ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങളൊരു ബട്ടർ ജ്യൂസിൽ പറഞ്ഞ് നിർത്തിയതല്ലേ. പിന്നെ അതൊരു ബട്ടറിന് നല്ല വില കുറവ്, കിലോ 80 രൂപ. അപ്പോൾ എന്തായാലും വില കുറഞ്ഞതും ഇഷ്ടപ്പെട്ട സാധനമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ജ്യൂസ് അത്യാവശ്യമാണ്. സുന്നത്ത് കഴിഞ്ഞ ആൾക്ക് ജ്യൂസാണ് നിർബന്ധം. അപ്പോൾ എന്തായാലും 1 കിലോ ബട്ടർ വാങ്ങി, പച്ച നോക്കി വാങ്ങിട്ടോ. കാരണം അത് നമുക്ക് ഇവിടുന്ന് പഴുപ്പിക്കില്ല. പന്നാൾ വാങ്ങിയ 3 എണ്ണത്തിൽ 1 കേടായി. അപ്പോൾ പച്ച നോക്കാകുമ്പോൾ കുറച്ചൊന്ന് അരി വെച്ചിട്ട് പഴുപ്പിച്ചാൽ നല്ല ഫ്രഷോടെ തന്നെ കിട്ടുമല്ലോ. പക്ഷേ ഇത് ഞാൻ വെച്ചിട്ടും ആ മെനിയാന്ന് ജ്യൂസിനടിച്ച അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അത് നല്ല സ്മൂത്തിയായിട്ട് നന്നായിട്ട് വെണ്ണ പോലെ പഴുത്തിനു. ഇതൊരു തിരിങ്ങൂടി പഴുക്കാണ്ട് നടുഭാഗത്തൊക്കെ. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ബാക്കി വാങ്ങിയതിൽ ബാക്കിയൊന്നും അത് പഴുത്തിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും എടുത്ത് നമുക്കൊരു കുഞ്ഞ് സാൻഡ്വിച്ച് ആക്കാൻ വിചാരിച്ചത്. ഞാനിത് നന്നായിട്ട് ഉടച്ചിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കണ കണ്ടിക്കണേ. ഞാൻ ഒരു പ്രാവശ്യം ജ്യൂസ് അടിക്കുന്നതിന് ഒത്തിരി ഇസ്കിട്ട് ചെയ്ത് നോക്കി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. ഏതായാലും മോനിക്ക് ചായ കൊടുക്കണം, അവനിക്ക് ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്തൊന്ന് ടോസ്റ്റ് ചെയ്ത് നെയ്യിട്ടിട്ട് അതിലേക്ക് അതാ ഈ ഒരു വെണ്ണ തേക്കുന്ന പോലെ ഈ ബട്ടറിൻ്റെ ആ സംഭവം ഞാൻ ബട്ടർ നന്നായിട്ട് തേച്ചെടുത്ത്. ബട്ടർ നന്നായി തേച്ച് മോനിക്ക് കൊടുത്ത്. അവനിക്ക് ഇഷ്ടമായില്ല. അവനല്ലാതെ ആ ബട്ടറും പഞ്ചസാര ഇട്ട് മാത്രം കഴിച്ച് ബ്രെഡ് തന്നാലും അങ്ങോട്ട് മാറ്റി വെച്ച്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് പിന്നെ ബട്ടർ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ വെറുതെയെങ്കിലും കഴിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ വേറൊരു സംഭവം കണ്ടിരിക്കണ്, ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് സാലഡ് പോലെ ആക്കിയിട്ട് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്ത് ബ്രെഡിൽ ചെയ്യുന്നതും കണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷേ ഇങ്ങനെ മധുരമായിട്ട് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഓവർ മധുരം കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. എപ്പോഴാ ബട്ടറിന് ഇനി വില കൂടാന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ സീസണായിട്ടേക്ക് ഇത്ര വില കുറവില്ല. 80 രൂപക്കൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ലാഭം തന്നെയാണ് കേട്ടോ. നല്ല ബട്ടറും തന്നെയാണ്. അപ്പോൾ ബാക്കിയൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. പഴുത്തിട്ടില്ല, നാളത്തേക്കായിരിക്കും പഴുക്കുക. ഇത് വേഗം മോനിക്ക് കൊടുത്ത് അവനൊരേ ഒരു കടി കടിച്ചിട്ടുള്ളൂ. ബാക്കി അവൻ അങ്ങനെ തന്നെ ബാക്കിയാക്കി. പക്ഷേ ഞാൻ എന്തായാലും ബാക്കി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇനി മറ്റേ വേഷനും കൂടി നോക്കിയിട്ട് വേണം കമ്പയർ ചെയ്യാൻ ഏതാണ് രസം. നമ്മൾ ഉപ്പും ഉള്ളിയൊക്കെ ഇട്ടതാണോ അത് ഈ മധുരം ഇട്ടതാണോ രസം എന്ന് ഒന്നും കൂടി നോക്കണം. ഇങ്ങനെ ആരെങ്കിലും ഈ ബട്ടർ അല്ലെങ്കിൽ അവക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പയം ഈ 3 പേരും പറയുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും പൊതുവെ ഇഷ്ടം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ്. അപ്പം നിങ്ങൾക്കായിരിക്കും ഇഷ്ടമുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന്